ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പെസഹ തിരുനാൾ ആശംസകൾ. ഇന്ന് നമുക്ക് പരമ്പരാഗതമായ പെസഹപ്പവും പാലും തയ്യാറാക്കിയാലോ? അതിനായി നമ്മളിവിടെ 1 കിലോ പച്ചരി, 1/2 കിലോ ഉഴുന്ന്, ഒരു തേങ്ങ, കുറച്ച് വെളുത്തുള്ളി, ജീരകം, ഉപ്പ് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. പച്ചരിയും ഉഴുന്ന് നമ്മൾ കഴുകി വാരി വെള്ളം വാർത്ത് വെച്ചിരിക്കുകയാണ്. ഉഴുന്ന് നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കണം, പച്ചരി പൊടിച്ചെടുക്കണം. ഉഴുന്ന് നമുക്ക് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം. ഉഴുന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഉഴുന്നിപ്പോൾ പച്ചമണമൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. നമുക്കിനിത് തണുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. വറുത്ത ഉഴുന്ന് നമ്മൾ തണുക്കാനായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചരി പൊടിച്ചെടുത്താലോ? പച്ചരി നമ്മൾ ഒരുപാട് അരച്ചെടുക്കണ്ട, തരിതരിയായി കിടക്കണം. അരി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്ന് കൂടി പൊടിച്ചെടുത്തിട്ട് വരാം. ഉഴുന്ന് തരിയായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും നമുക്ക് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. മാവ് ഇപ്പോൾ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. എങ്കിൽ നമുക്കിത് തയ്യാറാക്കിയാലോ? പുളിപ്പില്ലാത്ത അപ്പമാണല്ലോ നമ്മൾ ഇന്ന് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ മാവ് കുഴച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇന്ന് നമ്മളിവിടെ അപ്പം തയ്യാറാക്കുന്നത് 2 രീതിയിലാണ്. ചുട്ടെടുക്കുകയും ചെയ്യുന്നുണ്ട്, പുഴുങ്ങിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചുട്ടെടുക്കുന്നതിനായി കുറച്ച് തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളി വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്ക് ചുവന്നുള്ളി വറുത്ത് കോരാം. ഒരുപാട് മൂത്ത് പോകണ്ട, ഈ പാത്രം നമുക്ക് കോരിയെടുക്കാം. ചുട്ടെടുക്കുന്നതിനായി നമുക്ക് വറുത്ത് വെച്ച തേങ്ങയും ചെറുള്ളിയും ഇട്ട് ഇളക്കി കൊടുക്കാം. ചുട്ടെടുക്കുന്നതിനായി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മാവ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുരുത്തോല കൊണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന അപ്പത്തിൽ കുരിശ് വയ്ക്കുന്നു. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് പുഴുങ്ങാനുള്ളത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് മുകളിൽ നമുക്കൊരു കുരിശ് വയ്ക്കാം. ഇടയ്ക്കിതൊന്ന് തുറന്ന് നോക്കണം കേട്ടോ. അപ്പം നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെസഹാപ്പത്തിൻ്റെ കൂടെയുള്ള പാല് തയ്യാറാക്കിയാലോ? അതിനായി 2 തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി പാൽ പിഴിഞ്ഞെടുത്തിട്ട് വരാം. എൻ്റെ നാട്ടിൽ പെസഹാപ്പം പുഴുങ്ങിയെടുക്കുകയാണ് പതിവ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ചുട്ടെടുക്കുന്ന പെസഹാപ്പവും പാലും കഴിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ തയ്യാറാക്കിയ അപ്പം തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾ വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം മുറിച്ച് കഴിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് കോരി വയ്ക്കാം. പുഴുങ്ങാൻ വെച്ചിരിക്കുന്നത് പാകമായി വരുന്നതേ ഉള്ളൂ. 1/2 കിലോ ശർക്കര നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് നമുക്കിത് ഉരുക്കിയെടുക്കാം. പുഴുങ്ങിയ അപ്പം തയ്യാറായിട്ടുണ്ട്. ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെസഹാപ്പത്തിനൂടെ കഴിക്കാനുള്ള പാൽ തയ്യാറാക്കിയാലോ? 2 തേങ്ങയുടെ പാലാണ് ഞാനിവിടെ പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. 1/2 കിലോ ശർക്കര ഉരുക്കി പാനിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കയും ചുക്കും പൊടിച്ചത്, അരിപ്പൊടി 3 സ്പൂൺ, നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തുടക്കത്തിൽ ഒഴിക്കരുത്, നമ്മൾ അവസാനം മാത്രമേ അത് ചേർക്കാവൂ. അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തേങ്ങാപ്പാൽ നമ്മൾ അടുപ്പിലേക്ക് വെച്ചു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, പിരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ശർക്കര ഉരുക്കിയത് നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാവേ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അരിപ്പൊടി നമ്മൾ കലക്കി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും ചുക്കുപൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കയും ചുക്കുപൊടിയും ചേർത്ത് കൊടുത്തപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇനി നമ്മളിതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ കുരിശും ചേർത്ത് പെസഹ പാല് വാങ്ങി വയ്ക്കാം. അങ്ങനെ നമ്മുടെ പെസഹാപ്പവും പാലും തയ്യാറായിട്ടുണ്ട്. പെസഹാപ്പം ഇന്ന് നമ്മൾ ചുട്ടെടുക്കുകയും ആവിയിൽ പുഴുങ്ങുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ബൈ.